മട്ടാഞ്ചേരി പനയപ്പള്ളി സ്വദേശി മുനീർ, തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശി ജാബത്ത് എന്നിവരാണ് MDMAയുമായി മട്ടാഞ്ചേരിയിൽ പിടിയിലായത്. മട്ടാഞ്ചേരി പോലീസാണ് ഇവരെ പിടികൂടിയത്. മയക്കുമരുന്നിനെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡീഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. മുനീറാണ് ആദ്യം പിടിയിലായത്. മുനീറിനെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ജാബത്താണ് ഇയാൾക്ക് ലഹരി നൽകുന്നതെന്ന് ബോധ്യമായത്. ജാബത്ത് കൊച്ചി നഗരത്തിലുണ്ടെന്ന വിവരം ലഭിച്ചതോടെ പോലീസ് പരിശോധന വിപുലമാക്കി. തുടർന്ന് ഇയാളും പിടിയിലായി. നേരത്തെ മുനീർ ഖത്തറിൽ ജോലി നോക്കി വരവെ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 5 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ജയിലിൽ വെച്ചാണ് ജാബത്തിനെ ഇയാൾ പരിചയപ്പെട്ടത്. ജാബത്ത് മയക്കുമരുന്ന് കേസും വഞ്ചനാ കേസുമായി 7 വർഷത്തോളം ഖത്തറിൽ ജയിലിലായിരുന്നു. മുനീർ മറ്റൊരു മയക്കുമരുന്ന് കേസിൽ ഇളമക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാണ്. മയക്കുമരുന്നിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണം നടത്തിവരികയാണെന്ന് മട്ടാഞ്ചേരി പോലീസ് അറിയിച്ചു. നോർത്ത് പറവൂർ എക്സൈസ് സംഘം വാണിയക്കാട് മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് അസം സ്വദേശികളായ ഫറൂഖ്ദീൻ അഹമ്മദ്, മുഹമ്മദ് അലി എന്നിവർ പിടിയിലായത്. 700 മില്ലിഗ്രാം ഹെറോയിനാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. പ്രതി ഹെറോയിൻ കടത്താൻ ഉപയോഗിച്ച ബൈക്ക് സീസ് ചെയ്തെടുത്തു. തുടർന്ന് ഇയാൾ ലഭിച്ച ഇൻഫർമേഷൻ പ്രകാരം വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 5 ഡെപ്പികളിലായി വീണ്ടും ഹെറോയിൻ കണ്ടെടുത്തിട്ടുണ്ട്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും പിടിച്ചെടുത്തു. ലഹരിയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളിൽ ഇവർ പ്രതികളാണെന്ന് എക്സൈസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.